ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. അതിരപ്പള്ളിയിലേക്ക് ഒരു ഫാമിലി ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്നൊരു ബോർഡ് കണ്ട് നമ്മൾ കയറിയതാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൂക്കുപാലാണേ. അപ്പോൾ ആദ്യം കയറുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുമെങ്കിലും കയറി കഴിയുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടുന്നൊക്കെ ഉണ്ട്. ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാവേ. മലയും മരങ്ങളും പുഴയും പിന്നെ അതിൻ്റെ അകത്ത് കുളിക്കുന്ന കുട്ടിക്കുരങ്ങനെയൊക്കെ കണ്ടേ. കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഈ പാലം ഇറങ്ങി കഴിയുമ്പോഴേ നമ്മൾ ചെന്നെത്തുന്നത് ഒരു പാർക്കിലോട്ടാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച ഒരു പാർക്കാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുവേ. അവർക്കുള്ള കുറേ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. പാർക്കിനകത്ത് തന്നെ വെർച്വൽ റിയാലിറ്റി സെൻറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൽ കയറി റോളർ കോസ്റ്റർ എഫക്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നേ. സംഭവം സൂപ്പറായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും മലയും പുഴയും കാടും ഇതൊക്കെ വല്ലാത്തൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്ന കുളിർമ നൽകുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കുരങ്ങന്മാരൊക്കെ അവരവരുടേതായ സ്വൈര്യ വിഹാരം നടത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവരവരുടെ ജീവിതം അങ്ങനെ എൻജോയ് ചെയ്യുകയാണേ. പിന്നെ നമ്മൾ അവിടെ കണ്ട ഊഞ്ഞാലിലൊക്കെ ഒരു ചെറുതായി ഒന്ന് ആടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കൂടെ അമ്മയും. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ അതിരപ്പള്ളിയിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ പോകുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിരപ്പള്ളിയിൽ എത്തിയപ്പോൾ നമ്മളൊരു ചെറിയ വാട്ടർഫോൾസ് മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. വേനലായതുകൊണ്ട് അവിടെ മൊത്തം ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നേ. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ഉണ്ടായത്. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറെ പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.